ഒരു നാട് ഇങ്ങനെ വലിയൊരു ദുരന്തത്തിൽ പെട്ടുകിടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവനെ പോലെ കുറെ വിഷജീവികൾ പൊന്തി വരും. ഒരാൾക്കും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യർക്ക് ഇങ്ങനെ അധപതിക്കാൻ പറ്റുമെന്ന് ഈ പുന്നാര മോൻ്റെ വീഡിയോ കണ്ടാൽ തോന്നിപ്പോകും. ഇവനിപ്പോൾ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്തു പോയി. ചാനൽ എത്ര തപ്പിയിട്ടും കാണാനില്ല. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ മനുഷ്യർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമെന്ന്. അത്രമാത്രം അധപതിച്ച അവസ്ഥ. ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാൻ സാധിക്കില്ല. ഇനി ഇവന് എന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്നോ ഇനി മറ്റാരെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്നും കൃത്യമായ അറിവില്ല. പറയാൻ പറ്റില്ല. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപക്ഷെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതാണെങ്കിലോ, ഇങ്ങനെ ഒരു സംശയം എനിക്ക് ഉണ്ടാകാൻ കാരണം ഇത്രയും ക്രൂരമായൊരു വീഡിയോ ചെയ്യാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന തോന്നലാണ്. ഒരു മനുഷ്യനും ഇത് സാധിക്കില്ല. ഇത് റീച്ച് കിട്ടാൻ വേണ്ടി ഇവൻ ചെയ്തതാണെങ്കിൽ ഇവനെ മൃഗം എന്നാണ് വിളിക്കേണ്ടത്. എന്തൊക്കെ തരം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തായാലും പല യൂട്യൂബ് ചാനലുകളും വരുന്നതനുസരിച്ച് പോലീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. സൈബർ സെല്ല് ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. സൈബർ സെല്ല് കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും മറ്റന്നാൾ പോലീസ് ഇവനെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഇവൻ കാണുന്ന പോലെ ചെറിയ പയ്യനൊന്നുമല്ല, 29 വയസ്സായി എന്നൊക്കെയാണ് ആ ചാനലുകളിൽ വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ റിയാക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് അറിയാൻ സാധിക്കും. ഇവൻ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും ഈ ചിരി പോലീസ് അവസാനിപ്പിക്കും. അതിൽ യാതൊരു വക സംശയമില്ല. കേരള പോലീസിന് എനിക്ക് 100% ആ കാര്യത്തിൽ വിശ്വാസമാണ്. നമ്മുടെ മാഷ് കരയുന്ന വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ ചിരിക്കാൻ തോന്നുന്നത്? നിങ്ങൾ ഇവൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിതിൽ വീണ്ടും ഇടാത്തത് എന്തിനാ വീണ്ടും അവൻ്റെ മുഖം ഇങ്ങനെ അല്ലെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ആ മാഷ് അത്രയും വിഷമിച്ച് തൻ്റെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് അത്രയും വിഷമിച്ച് കരയുന്ന സമയത്ത് എങ്ങനെയാണ് ഇതുപോലെ അവന് ചെയ്യാൻ പറ്റുന്നത്, വീഡിയോ ഇടാൻ പറ്റുന്നത്? അതുപോലെ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന നമ്മുടെ അർജുനെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സ് വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ. എന്തായാലും ഇവന് തക്കതായ ഒരു ശിക്ഷ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവ മാത്രമല്ല, കുറേ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് വിവരം വെക്കുന്നതെന്നും നമുക്കറിയില്ല. എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയില്ല. നിയമം ശക്തമാകും തോറും ഇവരുടെയൊക്കെ അസുഖം തീർന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവനാണ് ഈ വീഡിയോ ചെയ്തത്, ഇവനാണ് ഇതിൻ്റെ ഉത്തരവാദി എങ്കിൽ ഇവനെന്തായാലും ഇവന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ തന്നെയാണ് ഇത് തന്നെ എഡിറ്റ് ചെയ്തതാണെങ്കിൽ, ഇവൻ റീച്ച് കിട്ടാൻ വേണ്ടി അപ്ലോഡ് ചെയ്തതാണെങ്കിൽ തീർച്ചയായും ഇവന് ശിക്ഷ ലഭിക്കണം. അത് മറ്റുള്ളവർക്കൊരു മാതൃകയാണല്ലോ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവർക്കൊക്കെ ഒരു മാതൃകയാണ്. പോലീസ് വെറുതെയുള്ള ആൾക്കാരല്ല. അതുപോലെ സമൂഹം പ്രതികരിക്കും ഇങ്ങനത്തെ വീഡിയോകൾക്കൊക്കെ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകണം. എന്തെങ്കിലുമൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.